നിർത്തിവെച്ച വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. ഡൽഹിയിലേക്കൊക്കെയുള്ള വിമാനങ്ങൾ എത്തിയിട്ടുണ്ട്. 12-നാണ് ലാൻഡ് ചെയ്യുമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. ആദ്യം 9:20 എന്നൊരു സമയമാകുമ്പോഴത്തേക്കും ലാൻഡ് ചെയ്യും. ഏകദേശം ഒരു 10 മണി സമയത്തോടു കൂടി അവർ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നെ ഫ്ലൈറ്റ് അല്പം ഡിലേ ആയിട്ടുണ്ട്. 10:12-നായിരിക്കും ഇവിടെ ലാൻഡ് ചെയ്യുക. അതിനുശേഷം ഒരു 10:45 കൂടി അകത്തുള്ള എല്ലാ നടപടിക്രമങ്ങൾക്കും ശേഷം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയുന്നത്. ഒരുപാട് ആളുകളൊന്നും ഇല്ല, കാരണം ബന്ധുക്കളൊക്കെ ആണെങ്കിൽ പോലും അറിഞ്ഞ് വരുന്നതേയുള്ളൂ. ചില ആളുകളോടൊക്കെ നമ്മൾ വന്ന സമയത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെയാണെങ്കിലും വലിയ ആശ്വാസത്തിലാണ്. കാരണം ഈ സന്ദർശന വിസയിലൊക്കെ ചെന്ന് അവിടെ കുടുങ്ങിപ്പോയവരാണ്. ഓർക്കാപ്പുറത്ത് നിന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ആ വിമാനത്താവളത്തിൽ തന്നെ കുടുങ്ങിയ ആളുകളാണ് കൂടുതലായിട്ടും ഇന്ന് ഇവിടേക്ക് എത്തുന്നത്. കാനഡയിൽ പോയി അവിടെ നിന്നും അബുദാബിയിലെത്തി. അവിടെ എത്തിയ സമയത്ത് തിരിച്ചു നാട്ടിലേക്ക് കയറുന്ന സമയത്താണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. അതിനെ തുടർന്നാണ് അവിടെ നിൽക്കേണ്ടി വരികയും പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുമുണ്ട്. അങ്ങനെ പല ആളുകളോടുമായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. വരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളൊക്കെ കുറച്ച് ആളുകൾ മാത്രം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അധികമൊന്നും ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്തായാലും ഈ യുദ്ധമുഖത്ത് നിന്നും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയതും ഈ വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു. പല വിമാന സർവീസുകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികമായിട്ടും ആളുകൾ എത്തിച്ചേരുന്ന ഒരു വിമാനത്താവളം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്ത, ഒരു ദിവസം തന്നെ ക്യാൻസൽ ചെയ്ത വിമാനങ്ങളുടെ എണ്ണം അതെടുത്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഞെട്ടിക്കുന്നതും അതോടൊപ്പം തന്നെ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നതുമാണ്. ആ ആശങ്കകൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ടാണ് വീണ്ടും ഈ വിമാന സർവീസുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സന്ദർശകരായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ടും ഈ സന്ദർശന വിസയിലെത്തി അവിടെ വിമാനത്താവളത്തിൽ തന്നെ കുടുങ്ങിപ്പോയവരെയാണ് ആദ്യഘട്ടത്തിൽ നാട്ടിലേക്ക് എത്തിക്കുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ അവിടെ കുടുങ്ങിപ്പോയി കിടക്കുന്ന പല ആളുകളുമാണ് ഇന്ന് ഈ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ കാനഡ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി അതിനുശേഷം അവിടെ അബുദാബിയിൽ പോയി കുടുങ്ങി പിന്നീട് 2 ദിവസം അവിടെ എയർപോർട്ടിൽ തന്നെ കഴിഞ്ഞ ആളുകൾ കൂടിയുണ്ട്. അവിടെ നിന്ന് എയർപോർട്ട് അധികൃതരുടെ സഹായത്താൽ പല ഹോട്ടലുകളിലേക്കുമായിട്ട് അവരെ നമ്മൾ മാറ്റി താമസിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ ഒരു ഡിലേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി താമസിക്കും. അങ്ങനെ മാറി താമസിച്ചിരുന്ന ആളുകളെയാണ് ഇപ്പോൾ നിലവിൽ ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിഹാദ് വഴി എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഫ്ലൈറ്റ് കൂടെ എത്തുന്നുണ്ട്. അത് കറാച്ചിയിൽ നിന്നുള്ളൊരു ഫ്ലൈറ്റാണ്. നാളെ വെളുപ്പിനോട് കൂടിയായിരിക്കും എത്തുന്നത് എന്നാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കൃത്യമായിട്ടുള്ളതിൻ്റെ വിവരങ്ങളൊന്നും ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ആദ്യഘട്ട സർവീസുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരവും കൂടിയാണ്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.